ഇതിൽ ആദ്യം അവർ അപ്ലിക്കേഷൻ ഫോം ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിരുന്നു. ദെൻ ഫസ്റ്റ് ഒരു ക്വിസ് അറ്റൻഡ് ചെയ്യണം. അതിൽ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക്. La parada ma kasala ka gane char hem petamal samde tiketi ki mane ki vlog se no photo ko Dimana ultra microscope silko codiasis. അത് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. നിരവധി അനവധി അംഗീകാര നേട്ടങ്ങളിലൂടെ റെക്കോർഡുകളുടെ കൂട്ടുകാരിയായി മാറിയ ഒരു കൊച്ചു പ്രതിഭയുണ്ട് തിരൂർക്കാട്. ഇന്ന് ചാനൽ 10 ആ പ്രതിഭയെ പ്രേക്ഷകർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. വലിയ ഒരു അംഗീകാരത്തിന്റെ ഇരട്ടി സന്തോഷ നിറവിലാണ് ആ ഒരു മിടുക്കിയുള്ളത്. ISRO സംഘടിപ്പിച്ച യുവിക പ്രോഗ്രാമിൽ ഇന്ത്യയിലുടനീളം 500ഓളം പേരാണ് യോഗ്യത നേടിയിട്ടുള്ളത്. അതിൽ 14 പേർ മലയാളികളാണ്. മലയാളികളുടെ അഭിമാനമായിക്കൊണ്ട് തിരൂർക്കാട് സ്വദേശിയായ ആയിഷ ബഷീറാണ് ഇന്ന് ചാനൽ 10 പ്രേക്ഷകരോട് മനസ്സ് തുറക്കുന്നത്. തിരൂർക്കാടിന്റെ അഭിമാനമായ അതുല്യ പ്രതിഭ ആയിഷ ബഷീർ ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം കൂടെയുണ്ട്. എന്തായാലും വലിയ ഒരു അംഗീകാരത്തിന്റെ ഇരട്ടി സന്തോഷ നിമിഷത്തിലാണല്ലോ. എങ്ങനെയാണ് ഈ ഒരു സന്തോഷം ഞങ്ങളുടെ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത്? വളരെയധികം സന്തോഷമുണ്ട് ഈ നിമിഷത്തില്. എനിക്ക് കിട്ടിയ എല്ലാ അംഗീകാരത്തെക്കാളും വലിയൊരു അംഗീകാരമാണ് ഇത്. ഇന്ത്യയിൽ നിന്ന് 500 പേരാണ് ഇതിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കേരളത്തിൽ 14 പേരാണ് ഉള്ളത്. അതിൽ നിന്ന് ഒരാളാവാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. റെക്കോർഡുകൾ എന്നത് ആയിഷയ്ക്ക് ഒരു തുടർക്കഥയാണ്. ചെറിയ കാര്യമല്ലല്ലേ. ഒരുപാട് മുമ്പും പല അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു അംഗീകാര നേട്ടത്തിന്റെ ഘടനാ രീതി? ഇതിൽ ആദ്യം അവർ അപ്ലിക്കേഷൻ ഫോം ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിരുന്നു. ദെൻ ഫസ്റ്റ് ഒരു ക്വിസ് അറ്റൻഡ് ചെയ്യണം. അതിൽ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ നമുക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. വാല്യുബിൾ ആയിട്ടുള്ള 3 സർട്ടിഫിക്കറ്റ്സ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അത് സുഖമായിരുന്നു. പിന്നെ ആർട്സ് ആൻഡ് സ്പോർട്സ് അതിന്റെ സർട്ടിഫിക്കറ്റ്സ് എൻ്റെ അടുത്തുണ്ടായിരുന്നു. ദെൻ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു 12 o'clock ആയപ്പോഴാണ് ഈ റിസൾട്ട് വന്നത്. നമ്മൾ ഏതൊരു മേഖലയാണെങ്കിലും വിജയിച്ച് കയറുമ്പോൾ കൃത്യമായി ഫാമിലിയുടെയും അതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും സൗഹൃദങ്ങളുടെയും ഒക്കെ സപ്പോർട്ട് വേണമല്ലോ. എങ്ങനെയാണ് എല്ലാവരും കൂടെ നിൽക്കുന്നത്? വലിയ സപ്പോർട്ട് നൽകാറുണ്ടോ? ഞാൻ എന്ത് ആഗ്രഹം പറഞ്ഞ് എന്റെ പാരന്റ്സിന്റെ അടുത്ത് ചെന്നാലും അവർ പറയും അത് ചെയ്ത് നോക്കിക്കോ, കിട്ടുമെന്നുള്ളതല്ല, ട്രൈ ചെയ്ത് നോക്കിക്കോ എന്നാണ്. അതേപോലെ തന്നെ ഞാൻ എന്റെ ടീച്ചേഴ്സിന്റെ അടുത്തും എന്ത് കാര്യം പറഞ്ഞാലും കൂടെ സപ്പോർട്ടിനുണ്ടാവും. ഞാൻ എന്ത് ചോദിച്ചാലും അപ്പൊ എനിക്ക് ആൻസർ തരും. വിളിച്ചാൽ വേഗം കോൾ അറ്റൻഡ് ചെയ്യും. പാരന്റ്സും ടീച്ചേഴ്സും നല്ല സപ്പോർട്ടാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂർക്കാട് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഞാന്. അവിടുത്തെ ടീച്ചേഴ്സ് എല്ലാത്തിനും കൂടെ ഉണ്ടാവും. കട്ട സപ്പോർട്ടാണ്. ആദ്യം ഈ കാര്യം അറിഞ്ഞപ്പോ ഇവിടെ എത്തിയത് അവരാണ്. വളരെയധികം സന്തോഷമാണ് ഈ ഒരു നിമിഷത്തില്. പ്രതിഭ എന്നത് ഓരോരുത്തർക്കും വളരെ വ്യത്യസ്തമാണല്ലോ. ആയിഷയുടെ പ്രതിഭ കുറച്ചുകൂടി വളരെ വ്യത്യസ്തമാണ്. അപ്പൊ എങ്ങനെയാണ് ഇത്തരം ടാലന്റ്സ് ഉണ്ട് എന്ന് കണ്ടെത്തിയത്? എനിക്ക് തോന്നിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും ട്രൈ ചെയ്യും. എനിക്ക് ഒന്നിന് തന്നെ നിൽക്കുന്നത് ഇഷ്ടമുള്ള കാര്യമല്ല. പല പല കാര്യങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇഷ്ടമുള്ള കാര്യം. സോ ഞാൻ പല കാര്യങ്ങൾ കണ്ടുപിടിക്കും. ഇപ്പൊ പിന്നെ ഫോണും ടെക്നോളജി ഒക്കെ ഉണ്ടായതുകൊണ്ട് കാര്യങ്ങൾ ഒന്നുകൂടി എളുപ്പമാണ്. അപ്പൊ അങ്ങനെ പുതിയത് കണ്ടുപിടിക്കും. ദെൻ എന്റെ ക്യാപ്പബിലിറ്റി ഞാൻ തന്നെ മനസ്സിലാക്കും. പിന്നെ അതിൽ ഒന്നും കൂടി ഫോർവേഡായി തിങ്ക് ചെയ്ത് ശ്രമിക്കും. അങ്ങനെയാണ് സാധാരണ എന്റെ ക്യാപ്പബിലിറ്റി ഞാൻ മനസ്സിലാക്കാറ്. ഇംഗ്ലീഷിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ ഒരു വാക്ക് കുറഞ്ഞ സമയത്തിന് പ്രസന്റ് ചെയ്തതിൽ വലിയ ഒരു അംഗീകാരം തേടിയെത്തിയിരുന്നു. ആ ഒരു വാക്ക് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റും? ഈ ഒരു വേർഡ് പറഞ്ഞതിന് എനിക്ക് 2 റെക്കോർഡാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, കലാംസ് വേൾഡ് റെക്കോർഡ്. 6 സെക്കൻഡ് കൊണ്ടാണ് ഞാൻ ഈ വേർഡ് സ്പെൽ ചെയ്തത്. എന്തായാലും ഇംഗ്ലീഷിൽ വളരെ വേഗത്തിൽ പറഞ്ഞ് റെക്കോർഡ് നേടിയ ഒരാളോട് ഞാൻ എന്റെ ഒരു ചോദ്യം മലയാളത്തിൽ ചോദിച്ചോട്ടെ. ഞാനൊരു സംഗതി വളരെ സ്പീഡിൽ പറയാതെ തെറ്റാതെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കാം അല്ലെ. ആന്ധ്രയിലെ ആന്ധ്രപ്പന്റെ 12 കോന്ത്രം പല്ലുകൾ ആന്ധ്രയിലെ കേന്ദ്രമന്ത്രിമാർ തന്ത്രപൂർവ്വം തട്ടിയെടുത്തു. ഞാനൊന്ന് അങ്ങോട്ട് പറഞ്ഞേ. Dimana ultra microscope silko codiasis. അത് ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. എന്തായാലും തൽക്കാലം ഈ കളി നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അല്ലെ. 2 കൂട്ടരും 2 കൂട്ടരുടെ മേഖലകൾ പുലികളാണ് എന്ന് പറഞ്ഞ് തൽക്കാലം സമാധാനിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഭാവിയിൽ എന്താവണമെന്നാണ് ആയിഷയുടെ ആഗ്രഹം? എന്റെ ഏറ്റവും വലിയ ആഗ്രഹം നല്ലൊരു IAS ഓഫീസർ ആവണമെന്നാണ്. അതേപോലെ പാഷൻ എന്ന് പറയുന്നത് സയൻസ് ആണ്. ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. നിരവധി അംഗീകാര നേട്ടങ്ങളിലൂടെ റെക്കോർഡുകളുടെ കൂട്ടുകാരിയായി മാറുകയാണ് തിരൂർക്കാട് സ്വദേശിയായിട്ടുള്ള ആയിഷ ബഷീർ. വലിയ നേട്ടമാണ് ഈ ഒരു ചെറിയ പ്രായത്തിൽ ഈ കൊച്ചു മിടുക്കി സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് ഉയരങ്ങൾ സ്വന്തമാക്കാൻ ഈ മിടുക്കിക്ക് സാധിക്കട്ടെ എന്ന് നമുക്കും ആശംസിക്കാം. തിരൂർക്കാട് നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.